റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അജബൻ ലി അംരിൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ കാര്യം ആശ്ചര്യമാണ് കേട്ടോ. എന്താണ് ആശ്ചര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതിന് റസൂൽ പറഞ്ഞു, പിന്നെ അവന് അള്ളാഹുവിനെ സ്തുതിക്കാൻ ഉതകുന്ന രൂപത്തിൽ വല്ലതും അവന് വന്നു കഴിഞ്ഞാൽ, അതാ ഇൻ അസാബഹു, അവനെ ബാധിച്ചു, മാ യുഹിബ്ബു ഹമിദല്ലാ, അവൻ ഇത് പല റിവായത്തിലും പല ഹദീസുകളുണ്ട് കേട്ടോ. അവനെ ഇഷ്ടപ്പെടുന്നൊരു സംഗതി അള്ളാഹ് കൊടുത്തു, അപ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയും. ഇനി നേരെ മറിച്ചോ, വൈൻ അസാബഹു മാ യക്റഹു, അവന് വെറുപ്പുണ്ടാകുന്നതാണ് അവനെ ബാധിച്ചതെങ്കിൽ ഫസബറ, അവൻ ക്ഷമിക്കും, ഖാന ലഹു ഖൈറുൻ, അതവന് ഖൈറായിത്തീരും. പക്ഷേ നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ സാധാരണ പറയുന്നൊരു ശൈലിയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാളുടെ മകള് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് നല്ലൊരു കല്യാണം വന്നു. നല്ല അവർക്കൊക്കെ പ്രാപിക്കാൻ കഴിയാത്ത അത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് മകൾക്കൊരു കല്യാണം കിട്ടി. മകൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടി. വാപ്പ സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ട് ഇതുവരെ പാരസെറ്റമോളും കൂടി കുടിച്ചിട്ടില്ല, ഒരാരോഗ്യ പ്രശ്നമില്ല, നല്ല ഹെൽത്തിയാണ്. ഓലൊരു വിധിയാട്ടോ എന്ന് ആരെയും പറയലുണ്ടോ? ഓ, ആ കുടുംബത്തിൻ്റെ ഒരു വിധിയാട്ടോ. എന്താ അപ്പോൾ ഇത്? അപ്പോഴേക്ക് നമ്മൾ പറയും, ഒന്ന് കെട്ടിച്ച മകൾ റബ്ബർ പന്ത് പോലെ ഇങ്ങോട്ട് തിരിച്ചു വന്നു, മകൻ ഗൾഫിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു, മറ്റേ കുട്ടി കിണറ്റിൽ വീണ് ഊരാൻ മുറിഞ്ഞു, ഓലൊരു വിധിയാട്ടോ എന്നാരും. മറ്റേ നമ്മളെ ദിശണയും കാഴ്ചപ്പാടും നമ്മളെ സെറ്റപ്പ് കൊണ്ടൊക്കെ കിട്ടിയതാണ്. ഇത് വിധിയാണ്. എല്ലാവരും പറയും ഓനോട് ഇപ്പോൾ ക്യാൻസറൊക്കെ കഴിഞ്ഞ് ഓനോട് പിരിവൻ ചോദിക്കട്ടെ, ഓൻ ക്യാൻസറാണോല്ലോ എന്നറിയാം. എല്ലാവരും അവൻ്റെ ബേസ് തട്ടി, ഇനി ഓൻ്റെ അടുത്ത് പിരിവിനൊന്നും പോകണ്ട, ഓൻ ഇപ്പോൾ അവിടുന്ന് RCC വരികയാണെന്നറിയാം. അങ്ങനെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അത് രണ്ടും കൂടി എങ്ങനെയാണ് ഒക്കൽ? അവിടെ നിങ്ങളൊക്കെ കേട്ട ഒരു ചരിത്രം പറയാം ഞാൻ. ഹൻസ റളിയല്ലാഹു അൻഹ 4 മക്കൾ ഖാദിസിയ യുദ്ധത്തിൽ മരിച്ചു പോയപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ആ മക്കളുടെ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ചോരയും മണലും ഒക്കെ ഇങ്ങനെ കലർന്ന് ശരീരത്തിൽ ഒട്ടി ആ മക്കളെ കാണുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹി. എന്നിട്ട് അർജൂ മിൻ റബ്ബി അൻ യജ്മഅനി ബിഹിം ഫി മുസ്തഖരി റഹ്മത്തിഹി, പടച്ചോൻ്റെ റഹ്മത്തിൽ അവരെ ഒരുമിപ്പിച്ച് കൂട്ടിയിട്ട് നാദാ നീ എനിക്ക് ഒരനുഗ്രഹമായി ഇത് നൽകണേ എന്ന് പറയുമ്പോൾ ആ മക്കളുടെ മരണം കൊണ്ട് എന്നെ ഷറഫാക്കിയ നാഥ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ഉമ്മ ആ മക്കളുടെ മയ്യത്ത് കണ്ടിട്ട് പിന്നെ പറയുന്നൊരു വാക്ക് കൂടി പറയുന്നുണ്ട്, ഇന്നക്കും അസ്ലം തും താഇഈൻ, മക്കളെ നിങ്ങളൊക്കെ മുസ്ലിമായത് അള്ളാഹനനുസരിച്ചുകൊണ്ടാണ്, ആരെയും പരപ്രേരണ കൊണ്ടായതല്ല, അള്ളാഹനെ ബോധ്യപ്പെട്ട് ദീനിൽക്ക് വന്ന ആളുകളാണ് നിങ്ങൾ. വഹാജർത്തും മുഖ്താരീൻ, നിങ്ങൾ ഹിജറ സ്വയം തിരഞ്ഞെടുത്തവരാ, ആട്ടിപ്പായിപ്പിച്ചതല്ല, അള്ളാൻ്റെ മാർഗത്തിൽ ഹിജറ പോകണമെന്ന് പറയുമ്പോൾ ഹിജറ പോയവരാണ്. വഅലമു, അതുകൊണ്ട് മക്കളെ നിങ്ങൾ അറിയണം, അന്ന ദാറൽ ബാഖിയ ഖൈറും മിൻ ദാരിൽ ഫാനിയ, ഈ നശിക്കുന്ന വീടിനേക്കാളും ശാശ്വതമായ വീടാണ് നല്ലത്, നിങ്ങൾ അറിയണം എന്നാ ഉമ്മ പറയുമ്പോൾ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പിന്നെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടല്ലോ, കുട്ടി മരിച്ചു കിടന്നിട്ടു എടുത്തു കിടത്തി ഭർത്താവ് വരുമ്പോൾ സ്വീകരിച്ച ഒരു കഥയുണ്ടല്ലോ, അബൂതൽഹയുടെയും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറിനോട് പറഞ്ഞു, മൗലവി സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് ആകെ ഒരാഗ്രഹമുള്ളതാണ്, എന്താ വെച്ചാൽ ആ പെണ്ണിനെ ഒന്ന് പരിചയപ്പെട്ട് അസ്സലാമു അലൈക്കും പറയണമെന്ന് പറഞ്ഞു.
കാരണം ആ കുട്ടി മരിച്ചിടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന അവൾ സ്വർഗത്തിലുണ്ടാവുമല്ലോ. അസ്സലാമു അലൈക്കും, നിങ്ങളാണല്ലേ? ഞാനിങ്ങനെ വായിച്ചപ്പോഴേ ഇത് വല്ലാത്തൊരാഗ്രഹമുണ്ട്, നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം. അതേതായാലും അൽഹംദുലില്ലാ. ഞാൻ പറയുന്നത് നമ്മൾക്കതൊരു അതിശയോക്തിയാണ്. അങ്ങനെ ചെയ്യോ? അങ്ങനെയൊക്കെ മനുഷ്യന്മാർ 4 മക്കൾ മരിച്ചു കിടക്കുമ്പോൾ ഏതായാലും മരിക്കും. അത് ശുഹദാക്കളാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിൽഡിങ് തകർന്ന് വീണ് മരിച്ച ആൾ ഷഹീദ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദ അല്ലേ? ഹദ്മും അരീക്കും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഷഹീദായോ അല്ലേ എന്നുള്ളത് ആവണമെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾ, നമ്മൾക്ക് ആ ഈമാനുള്ള ജീവിതം നയിക്കണമല്ലോ. ഇത് പൊറാട്ട വാങ്ങണോനെ കറി ഫ്രീ ഇട്ടുള്ളൂ, അല്ല ചെമ്പായിട്ട് ചെന്ന് ആ ഫ്രീയുള്ള കറി തരിയാറ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. മൂമിനെ ഇത് ഷഹീദിൻ്റെ പദവി ഇട്ടുള്ളൂ. ആദ്യം മൂമിനാവണം. ആ മൂമിൻ ഇത്തരം ദുരന്തങ്ങളിൽ അകപ്പെടുമ്പോഴാണ് അവർക്ക് ഈ പ്രതീക്ഷ നൽകുന്നത്. കാരണം അത്തരം മരണം ആർക്കും ആകസ്മികമായ മരണം വല്ലാത്ത. ഇപ്പോൾ ഒരിക്കൽ ഒരു രോഗിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തും ഞാനും കൂടി ഇങ്ങനെ പോവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഒരു ബന്ധുണ്ട്, നമ്മളൊന്ന് കയറുക എന്നാണ്. എന്നാൽ കയറിക്കാളുക. അപ്പോൾ ഇന്ന ആൾക്ക് അറിയില്ല, ആ രോഗിക്കാൾ എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവാണല്ലോ. അപ്പോൾ ആ രോഗിൻ്റെ ഭാര്യ പറഞ്ഞു, ഇന്നലെ വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് രോഗമൊക്കെ നല്ല മുറുകീന്, ഇന്നലെയാണ് കയ്യൊന്ന് കരുതിന് കഴിഞ്ഞില്ലായിരുന്നു. എന്നാൽ ചോക്കി ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നലെ ആ മരിബിൻ്റെ നേരത്തൊക്കെ ഇങ്ങനെ ആ ശ്വാസം കറകറാന്നല്ലിയപ്പോൾ ഞാൻ കരുതിന് വെള്ളിയാഴ്ച രാവൊക്കെ ആയിട്ട്. ഭർത്താവിനെ കുറിച്ചാണ് ആ പറയുന്നത്. അപ്പം നമ്മളുടെ കാഴ്ചപ്പാട് വേറെയാണ്. ഞാൻ സൂചിപ്പിക്കുന്ന ഹൈരിഹി വ ശരിഹി മിനല്ലാഹി തആല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പങ്ക്, നമ്മുടെ ഇടപെടലുകൾ ഇവിടെ ദ്രോഹം സംഭവിച്ചിട്ടുണ്ടോ, എൻ്റെ ഈമാനെ പരീക്ഷിക്കാനാണോ എന്ന ചിന്തകളാണ്. കാരണം മനുഷ്യന് അല്പം സമൃദ്ധിയും സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ അള്ള പറഞ്ഞല്ലോ, കല്ല ഇന്നൽ ഇൻസാന ലയത്വ അൻ റാഹുസ്തഗ്ന. അവൻ ഇസ്തിഗ്ന ആകുമ്പോൾ, സ്വയം ധന്യനായി കാണുമ്പോഴാണ് അവന് ഞാൻ തിരക്കേടില്ല എന്ന് തോന്നുക. മറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടുന്നൊരു സംഗതി, ദീനിൻ്റെ പാതയിൽ നമ്മളെപ്പോഴാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ നമ്മൾ പറയുമല്ലോ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഉർവത്ത് ബിൻ സുബൈറിൻ്റെ താബിയാണ്, കാല് ഒരു കുറ്റി കുത്തിയിട്ട് എന്നുണ്ട്, ചില ചരിത്രത്തിൽ തേള് കുത്തിയിട്ടെന്നുണ്ട്. അതുകൊണ്ട് അത് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല, കാരണം ഇങ്ങനെ 2 റിവായത്തുണ്ട് അതിൽ എന്നർത്ഥം. ഏതായാലും കാലിന് പഴുപ്പ് ബാധിച്ചു. പഴുപ്പ് ബാധിച്ചിട്ട് അത് ജോയിൻറ്റിലൊക്കെ കയറിയപ്പോൾ അന്നത്തെ വൈദ്യന്മാർ പറഞ്ഞു കാല് മുറിക്കണം. അപ്പോൾ അയാൾ കാല് മുറിക്കുക. പഴയ കാല് മുറിക്കുക കാരണം ഇപ്പോൾ അനസ്തേഷ്യ ഒന്നുമില്ലല്ലോ അന്ന്. അപ്പോൾ 4-5 മല്ലന്മാരെ കൊണ്ടുവന്ന് ഇയാളെ പിടിച്ചു വെക്കാൻ. ആദ്യം ഇയാൾക്ക് കുറച്ച് പച്ചമരുന്ന് കൊടുത്തിട്ട് മയക്കി കടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ദിക്ർ എല്ലുന്നൊരു നാവാണ്, മയക്കി കടത്താൻ ഞാൻ കടന്നു തരാം. പഴയ വാൾ കൊണ്ടൊക്കെ കണ്ട് ഏർന്ന് മുറിച്ചുമ്പോഴേ ഈ പറഞ്ഞ ആവേശമൊന്നും കടന്നു കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷേ പിടിച്ച് അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ സംഗതിയാണ്, അയിമക്കൊന്നും അല്ല നിങ്ങൾ പോകേണ്ടി. ആ കാല് മുറിച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നതാ, നിങ്ങളെ കാലാണിത് കേട്ടോ. അയാൾ പറയുന്നൊരു വാക്കുണ്ട്, ഈ കാല് കൊണ്ട് ഞാൻ ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല, അതുകൊണ്ട് നീ മുന്നാലെ പോയിക്കോ, ഞാൻ പിന്നാലെ വരും. അങ്ങനെ നമ്മൾക്ക് പറയാൻ കഴിയുന്നൊരവസ്ഥയുണ്ടോ? എൻ്റെ അള്ളാഹുവിൻ്റെ ഒപ്പം നമ്മൾ പറയല്ലോ, നമ്മുടെ കൈകൾ സംസാരിക്കും, തൊലികൾ സാക്ഷി നിൽക്കും, ലിമ ഷഹിത്തും അലൈനാന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ദൃഢബോധ്യം ഉണ്ടാവണ്ടേ? അള്ളാഹിൻ്റെ ഭൂമിയിൽ ഇപ്പോൾ AI ക്യാമറയും റഡാറുകളും ഒക്കെ ഉള്ളപ്പോൾ നിരീക്ഷണ വലയമുണ്ട്. നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിലാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉത്തരവാദിത്വം കൂടുമല്ലേ നമുക്ക്? അപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരത്ത് നമ്മൾ നന്നായി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് എങ്കിലും, ഏതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേഗ് പിടിച്ച് മരിച്ചു പോയ സഹാബികളുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് പിടിച്ച് മരിച്ചു പോയതാണ്.
ഉമറുല്ലാഹിന് കുത്തേറ്റ് കിടക്കുമ്പോൾ പറയുന്നുണ്ട്, അബൂബൈദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയാക്കുമായിരുന്നു. വൈൻ സാലനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുക എന്തിപ്പോൾ അബൂബൈദിനെ ഖലീഫയാക്കിയെന്ന് ചോദിച്ചാൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ വിശ്വസ്തനാണ് അബൂബൈദ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ ഞാൻ പിൻഗാമിയാക്കുമായിരുന്നു. അയാൾ പ്ലേഗ് പിടിച്ചാൽ മരിച്ചു പോയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പ്ലേഗ് പിടിച്ച് മരിച്ചു പോകുന്നു, നിപ പിടിച്ച് മരിച്ചു പോകുന്നു, വൈറസുകളുടെ ബാധയേറ്റ ആളുകൾ മരിച്ചു പോകുന്നു. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അയാൾക്ക് ഒരു പരീക്ഷണമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ജീവിച്ചിരിക്കുന്ന നമുക്ക്. അപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ആളുകൾ വാഹനാപകടത്തിൽ നമ്മുടെ പരിചയക്കാർ മരിച്ചുപോയി. ജീവച്ഛവമായി കിടക്കുന്ന എത്ര ആളുകളിൽ നട്ടെല്ല് പൊട്ടിയിട്ടു അങ്ങനെ വർഷങ്ങളോളം ആ അപകടത്തിൻ്റെ അവസ്ഥ തരണം ചെയ്യാൻ കഴിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യന്മാരെത്ര ഉണ്ട്. നമ്മൾക്കായിരുന്ന വാഹനത്തിനും അപകടം ഉണ്ടാവാലോ, നമ്മളെ ഹൃദയത്തിനും അറ്റാക്ക് ഉണ്ടാവാലോ, നമ്മളതിനു വേണ്ടി ഒരു മുൻകരുതലും പ്രിവെൻറ്റും ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഇതായി പോകുന്ന അവസ്ഥയിൽ അള്ളാഹ് ചോദിച്ചല്ലോ, ലുഹൻ വഹും യൽ അബൂൻ, നിങ്ങൾ ലുഹാ സമയത്ത് ഉല്ലസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ പരീക്ഷണം വരാം. നായിമൂൻ, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിൻ്റെ പരീക്ഷണം വരാം. നിങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് വ്യാപൃതായി മുത്തഖല്ലിബായി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവ് നടക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ ശിക്ഷ വരാം. അപ്പോൾ ഭൂമിയിൽ നമ്മൾ എന്തല്ല, നിർഭയരല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ സഹാബികൾ പറഞ്ഞു, ലന അമാനാനി, ഞങ്ങൾക്ക് 2 നിർഭയത്തുണ്ടായിരുന്നു. 2 നിർഭയത്താണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് വഅൻത ഫീഹിം, റസൂലുള്ള അവരിൽ ഉണ്ടായി എന്നുള്ളത്, റസൂലുള്ള ഉള്ളപ്പോൾ അവരെന്ത് ചെയ്യില്ല, ഒന്നടങ്കം നശിപ്പിക്കുകയില്ല എന്ന ഒരു നിർഭയത്വമുണ്ട്. ഇനി അത് ഞങ്ങൾക്ക് പോയി, റസൂലുള്ളാഹി വഫാത്തായിപ്പോയി. ഇനി ഞങ്ങൾക്കുള്ളത് എന്താണ്, വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ അള്ളാഹിൻ്റെ ശിക്ഷ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുന്നത് ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് മാനദണ്ഡങ്ങളില്ല. അത് ഗൈബിയായ ഇൽമാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ അത് ശിക്ഷയാണ് എന്ന് പറയാനും പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളൊരു ശിക്ഷയെന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെ വീടൊരു പ്രളയത്തിൽ പോയി, ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ്, സേഫാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കുലുക്കം കുലുങ്ങിയാൽ നമുക്കറിയാം നമ്മളെ വീടിൻ്റെ ഉറപ്പ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെടുതിയിൽ ഒരു വലിയ ദുരിതത്തിൽ പെടുമ്പോൾ ആളുകൾ പറയാം, അള്ളാഹ് അവരെ പരീക്ഷിച്ചു, അത് അദാബാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ അദാബാവുക. മണ്ണ് നീക്കിയാൽ JCB ഒന്ന് നീക്കിയാൽ നീങ്ങും, പക്ഷേ ഇത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്, ഖുർആൻ ഇത് സൂചിപ്പിക്കുന്ന ഒരു സംഗതി, നമ്മൾ എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, ലോകം എത്രയൊക്കെ വികസിച്ച് സാങ്കേതികവിദ്യ എത്രയൊക്കെ മികച്ചു നിന്നാലും മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൽ ആവശ്യക്കാരാണ്. അതാ ഫുഖറ. ഫഖറ എന്നുള്ള വാക്കിൻ്റെ നേരെ അർത്ഥം നട്ടെല്ല് പൊട്ടിക്കിടക്കുക എന്നാണ്, എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മൾ അള്ളാഹുവിലേക്ക് എപ്പോഴും ആവശ്യക്കാരാണ്. എന്നിട്ട് അള്ളാഹ് ഒരു വാക്കുകൂടി പറയുന്നുണ്ട്, വല്ലാഹു ഹുവൽ ഗനിയ്യു, ഐശ്വര്യവാൻ അള്ളാഹുവാണ് കേട്ടോ. നിങ്ങളൊക്കെ ഫഖീറന്മാരാണ്, ലോകത്ത് മനുഷ്യരൊക്കെ ഫഖീറന്മാരാണ്. എന്നിട്ട് പറഞ്ഞു വല്ലാഹു ഹുവൽ ഗനിയ്യു അൽ ഹമീദു, അള്ളാഹുവാണ് ഗനിയും അള്ളാഹുവാണ് ഹമീദും എന്ന് അള്ളാഹ് അവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഹത്ത അശൗക്കത്തി യുശാക്കുഹ, കാലിലൊരു മുള്ള് തറച്ചാൽ വരെ അത് നമുക്ക് കൂലി കിട്ടും. അപ്പോൾ സഹാബികൾ പലരും പല അസുഖത്തിന് ഇരയാവുമ്പോഴും ആരോടും പറയാറുണ്ടായിരുന്നില്ല. പിന്നെ അത് അറിയുന്നത് നബി സലാം വീട്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും,
ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ചോദിക്കേടാ ഇവനെ കാണാനല്ലോ, അവനവിടെ പോയി. അത് രണ്ട് അർത്ഥത്തിൽ മെച്ചമുണ്ട്. ഒന്ന്, അവരുടെ നേതാവ് അവരന്വേഷിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു എലക്ഷനൊക്കെ വരുമ്പോൾ സജീവമാകുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അല്ലെങ്കിലൊക്കെ ഒരു അങ്ങനെ പോവും. എലക്ഷൻ വരുമ്പോൾ അതിൻ്റെ വോട്ടിങ്ങും അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഒന്ന് സജീവ ജഗപൊകയായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഇവിടുത്തെ ഒരാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് നിങ്ങൾ ജയിപ്പിച്ച MLA മന്ത്രിയായി എന്നും വെച്ചോളി, ആ മന്ത്രി അല്ല ഓൻ എപ്പോഴും സജീവമായിട്ട് നമ്മളപ്പം ഇല്ലേ എന്ന് ചോദിച്ച് ഓൻ വന്നിട്ട് എടാ എന്നെ ചോദിച്ചു ഇനി മന്ത്രി ഇട്ടോ, ഓൻ എന്തോ റാത്തരങ്ങൾ പ്രവർത്തിച്ചൊക്കെ മുതലായി. കാരണം അയാളിപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ, എന്നെ അന്വേഷിച്ചല്ലോ എന്ന് പറയും. പക്ഷേ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരു പ്രയാസം വരുമ്പോൾ അറിയാതിരിക്കുക ആഗ്രഹിച്ചാൽ തരും പറഞ്ഞിട്ട് അതിൻ്റെ കൂലി പോകുക എന്ന് പേടിച്ചിട്ടാണ്. അല്ലാതെ ആളുകൾ ഇങ്ങനെ രോഗം സന്ദർശിക്കാൻ കട്ടൻ ചായയും ബിസ്ക്കറ്റും ചിപ്സും കൊടുക്കേണ്ടി വരുന്ന എഴുതിയിട്ടല്ല. ഇനിയിപ്പോൾ ഒരു ജലദോഷത്തും പിടിച്ച് പറഞ്ഞിട്ടോ ആൾക്കാർ ഒന്നായിട്ട് ഇങ്ങോട്ട് വരാൻ തിരിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കണ്ടേ, അത് പേടിച്ചിട്ടല്ല. കാരണം എന്താ അത് അപ്പം നബി ചോദിക്കും ആരാണ് ഇപ്പം എന്ത് നബി ഓന് ചെങ്കണ്ണ് പിടിച്ചിട്ട് വരാഞ്ഞതാ, ശരി നമ്മൾ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞ ആ കൂട്ടി സമൂഹത്തിലെ ആർക്കും അവശത അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ കൂടെയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി. ഒരാൾക്കൊരു പരീക്ഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന നമ്മൾ അവരെ ചേർത്ത് പിടിക്കലാണ്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഇന്നൊരാളിനെ വിളിച്ച് ചോദിച്ചേ, അല്ല സക്കാത്തിൻ്റെ പൈസ ഇപ്പം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. വയനാട്ടിലേക്ക് അല്ലാത്തൊന്നും കൊടുക്കാൻ മുമ്പ് റെഡിയല്ല എന്നർത്ഥം. അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2,500 ഉറുപ്പ്യ പോകാൻ തേണ്ടിയുള്ളൂ സക്കാത്ത്. അതിപ്പോൾ ആ അടുത്ത റംസാനിൽ കൊടുക്കണം, ഇപ്പാണ് കൊടുത്താൽ അതിമ വീടുമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് എവിടേക്ക് എത്തുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ 1,00,000 തന്നത് ആരാ? നമ്മൾ വരുമ്പോൾ എങ്ങനെയാണല്ലോ വന്നത്, പോകുമ്പോൾ എങ്ങനെയാണ് പോവുകയും ചെയ്യും. അതാ ഇന്നോ കോടി രാജാക്കൾ കൊടികുത്തിപ്പറപ്പവർ, കോടി നേടി സുഖിച്ചാലും കോടിയാൽ മൂടുമന്ത്യത്തിൽ. ഇപ്പം കൊടി വെച്ച കാറിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ അവസാനം കോടിത്തുണിയിൽ മയ്യത്ത് മാടി പോകും. അപ്പോൾ ഇപ്പോഴും നമ്മൾ കണക്കൂട്ടുന്ന ആ 2,500 കൊണ്ട് നോക്കുമെങ്കിൽ സംഗതി റമദാനിൽ കൊടുക്കും വേണ്ട, അപ്പോൾ അഡ്വാൻസ് പേയ്മെൻ്റായി ആൾ ഉഷാറായല്ലോ. അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടി. ഈ 1,00,000 നിന്ന് ആലോചിക്കുക, ചില ആളുകൾ എത്രയൊന്നും ഈമാനില്ലാത്ത നമ്മളൊന്നും പറയുന്ന ആളുകളൊന്നും അല്ലാത്ത ആളുകൾ ഓലെ സമ്പാദ്യം ഉള്ളത് കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ദുരിതം ബാധിച്ച ഒരു മനുഷ്യനെ കാണുമ്പോൾ നാണയത്തുട്ടുകൾ കൊടുക്കുക ഈമാനൊന്നും വേണ്ട. ആ ഈമാനില്ലാത്ത മനുഷ്യന്മാരും യുക്തിവാദികളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പിന്നിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരാൾക്ക് ചില്ലിക്കാശ് കൊടുക്കുക ഈമാനൊന്നും വേണ്ടല്ലോ. ഒരു ചായ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കുന്നത്. മറിച്ച് അവൻ്റെ ആ സ്ഥാനം എനിക്കാണെങ്കിൽ, ആ പരീക്ഷണം എനിക്കാണെങ്കിൽ റബ്ബേ എന്തായിരിക്കും അവസ്ഥ, അതുകൊണ്ട് അവൻ്റെ പ്രശ്നം ഞാൻ ഏറ്റെടുക്കട്ടെ. ഇനി നിങ്ങളത് അതിനാരും ചോദിക്കണ്ട, അത് ഞാൻ ഏറ്റെടുക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോളി. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു തമാശ പറയട്ടെ, ഞാൻ നിങ്ങളെയൊക്കെ പരിസരത്തുള്ള ഒരാൾ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. അയാൾ തന്നെ ഒരു പിന്നെ അതിനുള്ള എൻജിനീയർ ഉണ്ട്, അയാൾക്ക് അതിനുള്ള കൺസ്ട്രക്ഷൻ ടീമുണ്ട്. അയാൾ അങ്ങനെ ഒരുപാട് വീടുണ്ടാക്കി കൊടുക്കുന്നൊരു മനുഷ്യൻ. അപ്പോൾ അയാൾ എന്നോട് ഒരു തമാശ പറഞ്ഞേ, ഒരു വീടിൻ്റെ വാർപ്പ് നടക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കി, ഇയാൾ സെറ്റപ്പൊക്കെ റെഡിയല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വലിയ സാമ്പത്തികമുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞല്ലോ, നോക്കിയാണ് എൻ്റെ വീട്ടിലുള്ളൊരു വേലക്കാരത്തി പറഞ്ഞല്ലോ, വീടില്ലാത്ത. അയാളെ വീട്ടിൽ വേലക്ക് എടുക്കുന്ന പെണ്ണിന് ഇയാളെ, അപ്പോൾ അയാൾ എനിക്ക് ഈ സ്വർഗത്തേക്കും പോകേണ്ടി ചോദിച്ചാലോ. കാരണം അയാൾക്കറിയാം ഇയാളെ, അയാളുടെ ആസ്തി അറിയാം. എന്നിട്ട് അയാൾ ഇയാളെടുത്ത് വന്നിട്ട് പറയാം, നിങ്ങളിങ്ങനെ ഏതാ ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ, അപ്പം ഇനി വീട് ഉണ്ടാക്കാൻ ആളില്ല എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാണല്ലോ അയാൾക്ക് പറഞ്ഞാണ്. ഏത് ഇഞ്ഞൊരാളെ കിട്ടിയാൽ വീടുണ്ടാക്കേനി നേരത്തെ നടക്കണ്ട, ആളൊന്നിൻ്റെ വീട്ടിൽ വേലക്ക് കിട പെണ്ണുണ്ട് പറഞ്ഞല്ലോ, അയാളിനോട് പറഞ്ഞതാ. ഞാൻ സൂചിപ്പിക്കുന്ന എന്താ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് ചെലവഴിക്കാൻ അള്ളാഹ് തന്നതാണ്.
ഇത് നമ്മൾ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോവില്ല. പിന്നെ നമ്മൾ മിച്ചം വെച്ച് മക്കൾക്കൊക്കെ ആ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, മഴ പെയ്യുന്നത് ഫലങ്ങളോട് കണക്ക് ചോദിക്കാനല്ല, ഫലങ്ങൾ അതിന് നന്ദി കാണിക്കുന്നു കരുതിയിട്ടുമല്ല, മഴ പെയ്യാണ്. ഇതേപോലെ നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അത്യാവശ്യങ്ങളും നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളും ചെയ്തിട്ട് മതി. കാരണം അവരെ പഠിച്ചത് അള്ളാഹുവാണ്, നമ്മളെ മക്കളെ പഠിച്ച അള്ളാഹു ആണല്ലോ, നമ്മളെ മാത്രമല്ലല്ലോ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് മാത്രം അവർ ഐശ്വര്യന്മാരാവില്ല. അത് നമ്മൾ പഠിച്ചിട്ടില്ല. മാനി അലിമ അകത്തൈത്ത വലാ മോത്തി അലിമാമാനകത്ത. അപ്പോൾ അവിടെ സൂചിപ്പിച്ച് വരുന്നത് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, സൂറത്ത് ഇസ്രായിൽ. നമ്മളൊരായത്തിറക്കുന്നില്ല, വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഹ്വീഫ, മനുഷ്യരൊന്ന് പേടിപ്പിക്കാനാണ്. പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അള്ളാഹുവിനെ പേടിയാവുക എന്ന് പറഞ്ഞ്, ഇപ്പോൾ അള്ളാഹിനെ പേടിയായിട്ട് ഞാൻ പള്ളിയിൽ കൂടി പോയല്ലാറില്ലേ, അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. പേടിയാവുക എന്ന് പറയുന്നൊരു സംഗതി ജീവിതത്തിൽ മുറാഖബത്താണ്. അള്ളാഹു എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്, അവനറിയാതെ അവൻ്റെ ഇൽമിൽപ്പെടാതെ എനിക്കൊന്നും ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ലോകത്തെ പടച്ച് സംവിധാനിച്ച റബ്ബ് ഈ ലോകത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മളെ ബൈക്ക് എടുത്ത് മകൻ ഹെൽമെറ്റ് വെക്കാതെ പോയാൽ RC വേണേൽ നമ്മളേക്ക് ഫോണിൽ മെസ്സേജ് വരും, ഇന്ന സമയത്ത് അതാ AI ക്യാമറകൾ വന്നപ്പോൾ നമുക്കതൊക്കെ രേഖയുണ്ട്. അള്ള നമ്മളെ ഒപ്പിയെടുക്കുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഖുത്ബ നടത്തിയിരുന്ന പള്ളിയിൽ തൊട്ട് കയ്യെത്തുന്ന ഉയരത്തിൽ മാങ്ങയുണ്ട്, ആരും പറിച്ചു കൊണ്ടുപോവില്ല. കാരണം അവിടെ എഴുതി വെച്ചിട്ട് ക്യാമറ അവൈലബിൾ, ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെക്രട്ടറി എന്നോട് പറഞ്ഞു, അതിപ്പോൾ നിന്നിക്കണം, ഇപ്പോൾ വർക്ക് ചെയ്യണമൊന്നുമില്ല, പക്ഷേ ഏതായാലും മാങ്ങ പോകണില്ല. കാരണം മൂപ്പര മൊബൈലിലേക്കാണ് അത് ഓണാകുക. പക്ഷേ ഇപ്പോൾ ഓണല്ല, കാരണം സംഗതി കേടുന്നാണ്. പക്ഷേ ആ സാധനം ഉണ്ടായാൽ മതി. അപ്പോൾ അതുപോലെ അള്ളാഹ് പറഞ്ഞു, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അള്ളാഹു നിങ്ങളെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലാണ് പറഞ്ഞാൽ നമുക്ക് 3 സംഗതികളുണ്ട്. ഒന്ന്, ഒരു എവിഡൻസ് ആണുള്ളത്. CCTV ക്യാമറ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് രേഖയാണ്, ഇന്നത് ആരാണ് തെറ്റ് ചെയ്തത്. 2, ഈ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് ഭയപ്പാടാണ്, ക്യാമറ കണ്ടിട്ടോ പെടും. 3-മത്തത് ഒരു ആത്മവിശ്വാസമാണ്. നമ്മൾ തന്നെ ഇപ്പം തട്ടം ശരിയല്ലാത്ത പെണ്ണുങ്ങൾ ക്യാമറ ഉണ്ടായിരുമ്പോൾ തട്ടൊക്കെ ഒന്ന് ശരിയാക്കും, കാരണം ക്യാമറയിൽ പെടുമല്ലോ എന്നുള്ള നിലക്ക്. അതുപോലെ അള്ളാഹ് നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന ബോധ്യത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ ഏതൊക്കെ അർത്ഥത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോഴും അത് നമുക്ക് പ്രതിഫലമാക്കി മാറ്റി അത് ഗുണകരമാക്കി മുന്നോട്ട് പോവാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.